നേരെ മറിച്ച് റസൂലുള്ള സാധാരണ മനുഷ്യരാണ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ഒരിക്കലും മക്കളെ ചെറുപ്പക്കാരെ നിങ്ങളാൽ പെട്ടുപോകരുത്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ വെറും മനുഷ്യൻ മാത്രമാണ് ഇത് മാത്രം ക്ലിപ്പാക്കിയിട്ട് എന്ത് കട്ടിട്ടാണെങ്കിലും കളവാണ്, അപ്പുറവും ഇപ്പുറവും കട്ടിട്ട് പുത്തൻവാദികൾക്ക് ചൂട് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ മുതലിമികളായ ചെറിയ കുട്ടികളായ നമ്മളെ പ്രസംഗം വരെ കട്ട് ചെയ്ത് ഇടേണ്ട ഗതികേട് വരുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാന്നല്ലാതെ എന്ത് ചെയ്യാൻ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മാനവരാശിക്കാകമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച മഹാനായ പ്രവാചകനാണ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ പ്രവാചകനെ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളായ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ കാലങ്ങളായി സെലഫികളുടെ മേലിൽ ആരോപിക്കുന്ന പല ആരോപണങ്ങളിൽപ്പെട്ട ഒരു ആരോപണമാണ് മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നവരാണ്. പ്രവാചകനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ്. അവർ പ്രവാചകന് ഒരു വിലയും നൽകുന്നില്ല, പ്രവാചകനെ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകളാണ് എന്ന രീതിയിൽ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ വല്ലതും ഇവർ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തെളിവ് ഇന്ന് ഈ നിമിഷം വരെ മുസ്ലിയാക്കന്മാരാരും തന്നെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ കാലങ്ങളായി ഇവർ ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരോപണത്തിന് ഇന്നും ഒരു മാറ്റവുമില്ല. ഇവർ എന്ന് മുതൽ ഈ ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ടോ അന്നു മുതൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൃത്യമായി ഇതിനൊക്കെ മറുപടിയും പറഞ്ഞിട്ട് ഇവിടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രവാചകനോട് പറയാൻ പറഞ്ഞ ഒരു കാര്യമാണ് സെലഫികൾ പറയാറ്. ആ പറഞ്ഞതിന്റെ പേരിലാണ് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന രൂപത്തിൽ മുസ്ലിയാക്കന്മാർ കോട്ടിമാട്ടിക്കൊണ്ട് അവതരിപ്പിക്കാറുണ്ട്. ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ എന്ന് തുടങ്ങുന്ന ആയത്തിൽ മഹാനായ നമ്മുടെ നേതാവിനോട് അള്ളാഹു കൽപ്പിക്കാൻ പറഞ്ഞ ഒരു കാര്യം എന്ത്? പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്, എനിക്ക് വഹയ്യ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ പറയപ്പെടുന്ന വാക്കിനെയാണ് മുസ്ലിയാക്കന്മാർ സാധാരണ വളച്ചൊടിച്ച് ജനങ്ങളെ കബളിപ്പിക്കാറുള്ളത്. ഇവിടെ അള്ളാഹു മഹാനായ നമ്മുടെ നേതാവിനോട് പറയാൻ പറഞ്ഞ ഒരു കാര്യമാണ്. പറയപ്പെട്ട വിഷയത്തിൽ സെലഫികളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ മാത്രമുള്ള എന്ത് തെളിവാണ് ഇവർക്കുള്ളത് എന്ന് എത്ര പരിശോധിച്ചിട്ടും കിട്ടുന്നില്ല. പക്ഷേ വർഷങ്ങൾ പിന്നിട്ടിട്ടും ആരോപണത്തിന് ഒരു കുറവുമില്ല. വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ പുരോഹിതന്മാർ ഇന്നും ഈ ആരോപണം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. നാം ഇപ്പോഴും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരിൽ നിന്ന് പോലും ഇത്തരം ആരോപണങ്ങൾ കേൾക്കുകയാണ്. പ്രായമേറെയായി, സംസാരിക്കുന്നതിന് പോലും ഇപ്പോഴും പ്രയാസമുണ്ട്. മരണത്തിന് പ്രായപരിധികളൊന്നുമില്ല. എങ്കിലും നമ്മൾ സാധാരണ പറയാറുള്ളത് പ്രായം കുറേ ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ചോദ്യം മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. ഇത്രയും വയസ്സായിട്ടും ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറയേണ്ട ആളാണ് എന്നുള്ള ചിന്ത ഇനിയും വന്നില്ലേ എന്നുള്ള ഒരു ഗൗരവമായ ചിന്തയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോഴും ഇത് ആരോപിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരെ മറിച്ച് റസൂലുള്ള സാധാരണ മനുഷ്യരാണ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ഒരിക്കലും മക്കളെ ചെറുപ്പക്കാരെ നിങ്ങളാൽ പെട്ടുപോകരുത്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന ഈ പുത്തൻ പ്രസ്ഥാനക്കാർ മുഴുവൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കളാണ്. റസൂലുള്ളാഹിനെ അവർ നിസ്സാരപ്പെടുത്തുന്നവരാണ്. റസൂലുള്ളാഹിനെ ഒരാളെ നിസ്സാരപ്പെടുത്തിയാൽ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി പോകും. ഇസ്ലാം മതത്തിൽ തന്നെ ഉണ്ടാവില്ല. ഞാൻ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് തൊള്ളോട് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തിയാൽ അവർ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി പോകും. അതെല്ലാം ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. യാ അല്ലാഹ്, എന്തുമാത്രം ഗൗരവമുള്ള ഒരു ആരോപണമാണ് ഇദ്ദേഹത്തിന്റെ അനുയായികളോട് സെലഫികളുടെ മേൽ ആരോപിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചത്. നമ്മുടെ രണ്ടാം ഷഹാദത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത്. ഒരാൾ മുഹമ്മദ് നബിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പണ്ഡിത പരമ്പര പരിശോധിക്കുമ്പോൾ അതിൽ മുകളിലോട്ട് എണ്ണുന്ന സമയത്ത് കെ സദഖത്തുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെയും അവരുടെ ലേഖനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അവരുടെ പണ്ഡിത പരമ്പരയുടെ എണ്ണം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് കെ സദഖത്തുള്ള മുസ്ലിയാർ. വലിയ പണ്ഡിതനായി ഇവർ എണ്ണപ്പെടുന്ന ആളുകളാണല്ലോ ഇവരുടെ പണ്ഡിത പരമ്പരയായി എണ്ണാറുള്ളത്. അത്തരത്തിലുള്ള ഒരു പണ്ഡിതൻ
പണ്ഡിതനാണ് KK സദഖത്തുള്ള മുസ്ലിയാർ. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻ പ്രസിഡന്റായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എഴുതി വെച്ച ഒരു ലേഖനം, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സുന്നി വോയിസ് വാരിക 1978 ഫെബ്രുവരി 10 മുഹമ്മദ് നബി ആരെയും കവർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ലേഖനം. അത് എഴുതിയത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്താണ് ഇതിൽ പറയുന്നത്? ആ റെഡ് ലൈനിട്ട ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. ഇത് കാന്തപുരത്തിന്റെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു വെച്ച കാര്യത്തെക്കുറിച്ചാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എഴുതി വെക്കുന്നത്. പ്രവാചകനെ നിന്ദിച്ച, അവഹേളിച്ച, പരിഹസിച്ച, സഹാബാക്കളെ നിന്ദിച്ച, അവഹേളിച്ച, പരിഹസിച്ച, ബദരീങ്ങളെ നിന്ദിച്ച, പരിഹസിച്ച, അവഹേളിച്ച വ്യക്തിയാണ് കാന്തപുരത്തിന്റെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട KK സദഖത്തുള്ള മുസ്ലിയാർ എന്ന് കേരളക്കരയാകെ സ്റ്റേജുകളായ സ്റ്റേജുകളിലൂടെയും പേജുകളായ പേജുകളിലൂടെയും സെലഫികൾ ആരോപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ കാണിക്കാൻ കൃത്യമായി നിങ്ങളുടെ പ്രസിഡന്റായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ലേഖനം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രവാചകനെ നിന്ദിച്ചവരാണ്, അവഹേളിച്ചവരാണ്, പരിഹസിച്ചവരാണ്, സഹാബാക്കളെ നിന്ദിച്ചവരാണ്, പരിഹസിച്ചവരാണ്, അവഹേളിച്ചവരാണ് എന്ന് കൃത്യമായി ആരോപിക്കാൻ ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ് തെളിവായി. സഹോദരങ്ങളെ, മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനവരാശിക്ക് ആകമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച മഹാനായ നമ്മുടെ പ്രവാചകനെ പല രീതിയിലും അവഹേളിക്കുവാനും പരിഹസിക്കുവാനും കുറ്റപ്പെടുത്തുവാനും യുദ്ധക്കുതിയനാണ് എന്നും സ്ത്രീലമ്പടനാണ് എന്നും അങ്ങനെ തുടങ്ങി ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും തങ്ങൾ വെച്ചു പുലർത്തുന്ന ആദർശത്തിനെതിരാണ്, അവരെ മോശക്കാരായി ചിത്രീകരിക്കണമെന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? മുജാഹിദുകളിൽ നിന്ന് കൃത്യമായി ഈ പറയപ്പെട്ട കാര്യത്തിൽ വല്ല തെളിവ് നിങ്ങൾക്ക് കാണിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രഭാഷണങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ക്ലിപ്പുകൾക്കപ്പുറം. എന്നാൽ സെലഫികൾ എന്താണ് പറയുന്നത്? സെലഫി പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ നിന്നാണല്ലോ കേൾക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാധാരണക്കാരനാക്കുന്നു എന്നാണ് എപ്പോഴും പറയാ. ഹുബ്ബുർ റസൂൽ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നിടത്ത് മുഴുവൻ പറയും ഇവർക്ക് റസൂലുള്ളാഹിനോട് ബഹുമാനമില്ല, സാധാരണക്കാരനാണ് എന്നാണ്. മുത്തുനബിയെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാന്റെ റസൂൽ ഒരു മനുഷ്യ പ്രകൃതിയുള്ള വ്യക്തി തന്നെയാണ്. ഉണ്ണുക, ഉറങ്ങുക, കുടിക്കുക, രോഗം ബാധിക്കുക, അതുപോലെ തന്നെ മയക്കം ബാധിക്കുക, അസുഖം ബാധിക്കുക, അതിലൊക്കെ ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അള്ളാന്റെ വഹി കിട്ടുന്നുണ്ട് എന്ന കാരണത്താൽ അവിടുത്തേക്ക് ഖുർആനിലൂടെ ഹദീസിലൂടെ എന്തൊക്കെ പ്രത്യേകതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും ആമന്നാ വസല്ലംനാ, ഞങ്ങളതൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് എവിടെയും ഉറക്കെ പറയുന്നവരാ നമ്മള്. അതല്ലാതെ നബിനെ സാധാരണക്കാരനായ ഒരാളാണ് എന്ന് പറയുന്നു എന്ന കളവ് നമ്മുടെ പേരിൽ പറയാം. ഇതൊരു കളവാണ് എന്ന് പല തവണ നമ്മുടെ പണ്ഡിതന്മാർ ഈ ആരോപണം ഉന്നയിക്കുന്ന അന്ന് മുതൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ എന്താണ് പറയുന്നത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ സഹോദരങ്ങളെ, സമസ്തക്കാരുടെ സ്റ്റേജുകളിൽ നിന്നും പേജുകളിൽ നിന്നും കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആരോപണം വ്യക്തമായ യാതൊരു തെളിവുമില്ലാതെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ഈ ഒരു ആരോപണം നേരിടേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുകളാണ് സമസ്തക്കാരെന്ന രീതിയിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ ഈ ഒരു ആരോപണം കേട്ടപ്പോൾ അതിന് നടത്തിയ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞാൻ വെറും മനുഷ്യൻ മാത്രമാണ് എന്നല്ല, ഇത് മാത്രം ക്ലിപ്പാക്കിയിട്ട് ത്വരീഖത്ത് പറയാനാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ ക്ലിപ്പ് വെക്കല് ജായിസാണ് അവരെ വിചാരം. എന്ത് കട്ടിട്ടാണെങ്കിലും കളവ് കളവാണ്. അപ്പുറവും ഇപ്പുറവും കട്ടിട്ട് പുത്തൻവാദികൾക്ക് ചുവട് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ മുതലിമികളായ ചെറിയ കുട്ടികളായ നമ്മളെ പ്രസംഗം വരെ കട്ട് ചെയ്ത് ഇടേണ്ട ഗതികേട് വരുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാന്നല്ലാതെ എന്ത് ചെയ്യാൻ? സഹോദരങ്ങളെ, ഇത് തന്നെയാണല്ലോ സമസ്തക്കാരിൽ നമ്മളും നേരിട്ട് കൊണ്ടേയിരിക്കുന്നത്. അന്നും ഇന്നും നമ്മുടെ പണ്ഡിതന്മാരും ഇത് തന്നെയാണല്ലോ മറുപടിയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തിനിങ്ങനെ ക്ലിപ്പ് കട്ട് ചെയ്ത് എന്തിനിങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കണം? ആദർശപരമായ ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ട് എന്ന് വെച്ച് അവരെ നേരിടേണ്ടത് ഈ രീതിയിലാണോ? തരീഖത്തുകാരാണെന്ന് പറയുന്ന നൗഷാദ് ഹസനിയും ടീമും കൂടി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകന്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പ്രയാസത്തിൽ നിന്നാണ് അദ്ദേഹം ഈ രീതിയിലൊരു സംസാരം നടത്തുന്നത്. കാലങ്ങളായി സലഫി ഉലമാക്കൾ നേരിടുന്ന ഒരു ആരോപണമാണിത്. ഇപ്പോൾ ഒരു മുസ്ലിയാരുടെ നേരെ വരുമ്പോൾ അപ്പോൾ അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ല. അയാൾ പ്രതികരിക്കുന്ന രീതി കണ്ടില്ലേ? അതിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ട്
ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായില്ലേ? തുടർന്നും അദ്ദേഹം അത് പറയുമ്പോൾ അവിടെയും അദ്ദേഹം നടത്തുന്ന ചില കുത്തിപ്പറച്ചിലുകളുണ്ട്. അപ്പുറം ഇപ്പുറം കട്ടുകളയാ. നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ് എന്ന് പറയണം. നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് അത് ഞാൻ പറഞ്ഞത്. ഈ പുത്തംവാദികൾ വെച്ച അർത്ഥം പറയും ആ ഭാഗം മാത്രം കേട്ടിട്ട് കണ്ടോ പേരോടിന്റെ മകൻ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിഭാഗം അതിനായിട്ട് ജീവിക്കുന്ന ആളുകൾ അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. പേരും ഇതൊന്നും പറയാൻ നമ്മളെ നാവ് കിടക്കാൻ നമുക്ക് നീയത്തില്ല. ഇവിടെ അദ്ദേഹത്തിന് നേരെ വന്ന ആരോപണങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പോലും സെലഫികൾക്ക് നേരെ ആരോപണം ഉന്നയിക്കാൻ ഒരു മടിയും കാട്ടുന്നില്ല. അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഒക്കെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഇദ്ദേഹമൊക്കെ കേട്ടു പഠിച്ചു വളർന്ന ഒരു കാര്യമാണ് സെലഫികൾ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം സാധാരണ മനുഷ്യനാണ്, അവിടത്തേക്ക് ഒരു പ്രത്യേകതയും ഇല്ല എന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകളാണ്, പറയുന്ന ആളുകളാണ്, പ്രചരിപ്പിക്കുന്ന ആളുകളാണ് എന്ന രീതിയിലുള്ള പച്ചയായി കളവാരോപിക്കുമ്പോൾ അത് കേട്ടുപഠിച്ച മുസ്ലിയാരാകുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. എന്നാൽ കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ ഇന്നും അത് ആവർത്തിക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മുജാഹിദുകൾ ആവർത്തിച്ച് പറയുന്നു എന്ത്? പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടി പാടില്ല. അങ്ങനെ പറയുന്നത് കുഫറാണ്. കാരണം നമ്മുടെ രണ്ടാം ഷഹാദത്താണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള ഒരു വ്യാഖ്യാനം നമ്മൾ ആരും നൽകുന്നില്ല. പ്രവാചകൻ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് മാത്രമാണ് പറയുന്നത്. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? നേരത്തെ ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുള്ള വിശദീകരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പറഞ്ഞതിനപ്പുറം പ്രവാചകൻ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പ്രവാചകൻ റസൂലാണ് എന്നുള്ളത് നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായി നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? പക്ഷേ ഈ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകൾ, ഈ ഷിർക്കിന്റെ പ്രചാരകർ, ഈ കുഫറിന്റെ പ്രചാരകർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ചില സത്യങ്ങൾ ഇവരിലൂടെ തന്നെ നമ്മൾ കേൾക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ എന്നിട്ടും മുസ്ലിയാക്കന്മാർക്ക് ഒരു കുലുക്കവുമില്ല. ഈ പറയപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ പോലും ഒരുപക്ഷെ ഈ പിതാവിൽ നിന്ന് ഇത് കേൾക്കേണ്ടതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഉമർ മൗലവി റഹിമഹുള്ള എഴുതി വെച്ചത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വായിക്കുന്ന ഒരു രംഗം കാണാം. പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഉമർ മൗലവി റഹിമഹുള്ള എഴുതി വെച്ച പുസ്തകം മുസ്ലിയാക്കന്മാരുടെ കയ്യിലുണ്ടായിട്ടും എന്താണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിട്ടും ഈ ആരോപണം ആവർത്തിച്ച് പറയുമ്പോൾ എന്തുമാത്രം നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇവർ ദീൻ കൈകാര്യം ചെയ്യുന്നത്. ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും പ്രബോധകരെയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഗുരുതരമായ ആരോപണമാണ് ഈ പറയപ്പെട്ട ആരോപണം. പക്ഷെ അത് മുസ്ലിയാക്കന്മാരുടെ നേർക്ക് തിരിയുമ്പോൾ അതിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകനിലൂടെ നാം കേട്ടുവല്ലോ. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കാഫിറാണ് എന്നാണ് സലഫി ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന് മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക സ്നേഹം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. കേവലം എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു മഹത്വം നമ്മൾ പ്രവാചകന്റെ പേരിൽ പറയുമോ? ഒരിക്കലുമില്ല. മുജാഹിദുകളെയും ജമാഅത്തെ ഇസ്ലാമികളെയും മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഫത്വ ഇറക്കിയ സമയത്ത് തക്ബീർ ചൊല്ലി പാസാക്കിയതാണ് മുസ്ലിയാക്കന്മാർ എങ്കിലും ഇന്നും അവർ പറയാറുണ്ട് പലപ്പോഴും മുജാഹിദുകളൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്, അവരൊന്നും കാഫിറുകളാണ് എന്നോ മുശ്രിക്കുകളാണ് എന്നോ ഞങ്ങൾ ആരോപിക്കാറില്ല, ഞങ്ങളുടെ മേലിൽ ഇവരാണ് ആരോപിക്കാറ് എന്നൊക്കെ സ്റ്റേജിൽ നിന്ന് വീമ്പ് പറയാറുണ്ട് സാധാരണക്കാരെ പൊട്ടീസാക്കാൻ. ആ പറഞ്ഞു വെച്ചത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, മുജാഹിദുകൾ ഇങ്ങനെ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് മുജാഹിദുകളെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഷെയ്ഖ് സുദൈസിനെയും ഷെയ്ഖ് ഷുറൈമിനെയും ഒക്കെ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ തുടർന്ന് നിസ്കരിക്കുന്നത്? കാഫിറുകളായ ആളുകളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ബോധപൂർവ്വം ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഫിത്ന ഉണ്ടാക്കുകയാണ്, സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തടയാൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിരോധിക്കുക എന്നുള്ള വൃത്തികെട്ട സ്വഭാവമാണ് നിങ്ങൾ
ഇന്നും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. നിർത്താൻ സമയമായില്ലേ എന്നുള്ള ചോദ്യം മാത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ്. ഇത്തരം പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്നും ഷറിൽ നിന്നും അള്ളാഹു നമ്മളെയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.